ഇപ്പോൾ കാണിക്കുന്നത് അവെഞ്ചേഴ്സ് മൗണ്ടനിൽ നിൽക്കുന്ന നമ്മുടെ അയൺമാനെയും ബ്ലാക്ക് പാന്തറിനെയുമാണ്. ബാക്കിയുള്ള അവെഞ്ചേഴ്സ് എല്ലാവരും ബയോമെക്കാനോയിഡ്സ് ആർമർ ധരിച്ചുകൊണ്ട് ഭൂമിയിൽ പലയിടങ്ങളിലും പ്രശ്നമുണ്ടാക്കുന്ന ബയോമെക്കാനോയിഡ്സിനോട് ഫൈറ്റ് ചെയ്യുകയാണ്. അയൺമാനും ബ്ലാക്ക് പാന്തറും ആദ്യത്തെ ബയോമെക്കാനോയിഡിൻ്റെ ശരീരത്തിൽ നിന്നും കിട്ടിയ മറ്റേ മെമ്മറി കോർ പരിശോധിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ബയോമെക്കാനോയിഡ്സിനെ നശിപ്പിക്കുവാൻ എന്തെങ്കിലും ഇതിൽ നിന്നും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ് അവർ രണ്ടുപേരും ആ മെമ്മറി കോർ പരിശോധിക്കുന്നത്. പക്ഷേ ആ മെമ്മറി കോർ ഓപ്പൺ ചെയ്യുവാനോ അതിൻ്റെ ഉള്ളിലുള്ള ഡേറ്റാസ് എടുക്കുവാനോ ഇതെവിടെ നിന്ന് വന്നുവെന്ന് കണ്ടുപിടിക്കുവാനോ ഇത് ആരുണ്ടാക്കിയതാണെന്ന് കണ്ടുപിടിക്കുവാൻ പോലും ഇതുവരെ അവർക്ക് സാധിച്ചിട്ടില്ല. മാത്രമല്ല, ആദ്യത്തെ ബയോമെക്കാനോയിഡിൻ്റെ സംഭവം കഴിഞ്ഞിട്ട് ഇപ്പോൾ 50 ദിവസം കഴിഞ്ഞു. ഈ 50 ദിവസം പലയിടങ്ങളിലും പല ബയോമെക്കാനോയിഡ്സ് വരികയും പ്രശ്നമുണ്ടാക്കുകയും ചെയ്തു. അവെഞ്ചേഴ്സ് അതിനെയെല്ലാം നശിപ്പിച്ച് കളയുകയും ഇപ്പോഴും നശിപ്പിച്ചു കൊണ്ടിരിക്കുകയുമാണ്. ആദ്യമൊക്കെ ആഴ്ചയിൽ എപ്പോഴെങ്കിലും വന്നുകൊണ്ടിരുന്ന ബയോമെക്കാനോയിഡ്സ് ഇപ്പോൾ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവെഞ്ചേഴ്സ് നിർത്താതെ ബയോമെക്കാനോയിഡ്സിനോട് ഇങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ അവെഞ്ചേഴ്സ് ചിലപ്പോൾ തോറ്റുപോകും. അങ്ങനെ അവെഞ്ചേഴ്സ് തോറ്റുപോയാൽ ഭൂമിയെ ഈ ബയോമെക്കാനോയിഡ്സ് നശിപ്പിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒന്നും സംഭവിക്കാതെ ഇരിക്കുവാനായി ആ മെമ്മറി കോർ എങ്ങനെയെങ്കിലും ഓപ്പൺ ചെയ്ത് എന്തെങ്കിലും വഴി കണ്ടെത്തുവാനായി തല പുകഞ്ഞ് നമ്മുടെ ബ്ലാക്ക് പാന്തറും അയൺമാനും ആലോചിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ അവർ രണ്ടുപേരും ആലോചിച്ചു കൊണ്ടിരിക്കെ പെട്ടെന്ന് എന്തോ ഒരു സൗണ്ട് അവർ കേൾക്കുകയാണ്. ആ സൗണ്ട് വരുന്നത് ആ മെമ്മറി കോർ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന അയൺമാൻ്റെ ഒരു ഡിവൈസിൽ നിന്നുമാണ്. ഇപ്പോൾ ആ ഡിവൈസ് ആ മെമ്മറി കോറിൽ നിന്നും എന്തോ ഒരു ഡേറ്റ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ആ ഡേറ്റയിൽ ഒരു തീയതി മാത്രമാണ് ഉള്ളത്. 31st സെഞ്ച്വറി എന്നാണ് ആ തീയതി. ഇപ്പോൾ അത് കണ്ടതും അയൺമാനും ബ്ലാക്ക് പാന്തറും ഞെട്ടിപ്പോവുകയാണ്. അവർ രണ്ടുപേരും വേഗം ബാക്കിയുള്ളവരെ കോൺടാക്ട് ചെയ്തിട്ട് ബയോമെക്കാനോയിഡ്സ് വന്നിരിക്കുന്നത് ഫ്യൂച്ചറിൽ നിന്നാണെന്നും ഇതിനെല്ലാം ഉണ്ടാക്കിയത് ആ ക്യാങ് ആണെന്നും പറയുകയാണ്. പക്ഷെ പെട്ടെന്ന് അവിടെ ആ മെമ്മറി കോറിൽ നിന്നും ഒരാൾ പുറത്തേക്ക് വരികയാണ്. അത് മറ്റാരുമല്ല, ക്യാങ് ആണ്. ഇപ്പോൾ ക്യാങ്ങിനെ കണ്ടതും നമ്മുടെ ബ്ലാക്ക് പാന്തർ ക്യാങ്ങിനെ അറ്റാക്ക് ചെയ്യാൻ ചെന്നതും അപ്പോൾ തന്നെ ക്യാങ് തൻ്റെ കയ്യിലുള്ള ഗൗണ്ടിലൈറ്റ് ഉപയോഗിച്ച് ബ്ലാക്ക് പാന്തറിനെ കത്തിച്ച് ഇല്ലാതെയാക്കുകയാണ്. അത് കണ്ട് അയൺമാൻ ഞെട്ടിപ്പോകുന്നു. അയൺമാൻ വേഗം ബാക്കിയുള്ളവരെ കോൺടാക്ട് ചെയ്തിട്ട് ക്യാങ് ബിൽഡിങ്ങിൽ വന്നതും ബ്ലാക്ക് പാന്തറിനെ കൊന്നതും പറയുകയാണ്. മാത്രമല്ല, അവരെയെല്ലാം ടെലിപ്പോർട്ടേഷൻ വഴി അവിടെ എത്തിക്കുവാൻ അയൺമാൻ നോക്കിയതും അയൺമാൻ അത് സാധിക്കുന്നില്ല. കാരണം ആ ക്യാങ് അവെഞ്ചേഴ്സ് മൗണ്ടനിൽ എന്തോ ബയോമെക്കാനോയിഡ് വൈറസ് കയറ്റിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ടെലിപ്പോർട്ട് ഒന്നും നടക്കാത്തത്. അതുകൊണ്ട് തന്നെ അയൺമാൻ വേഗം തൻ്റെ ബയോമെക്കാനോയിഡ് ആർമർ ധരിച്ച് ക്യാങ്ങിനെ അറ്റാക്ക് ചെയ്യുവാൻ നോക്കുന്നുണ്ടെങ്കിലും ക്യാങ്ങിന് ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ തന്നെ അയൺമാൻ ക്യാങ്ങുമായി ഫൈറ്റ് ചെയ്ത് ഇവിടെ നിൽക്കുന്നത് അപകടമാണെന്ന് മനസ്സിലാക്കി വേഗം അവിടെ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെ അയൺമാൻ പുറത്തേക്ക് പോകുന്നത് കണ്ടതും നിന്നെയും നിന്റെ ഫ്രണ്ട്സിനെയും ഞാൻ ഇല്ലാതെയാക്കുമെന്നും ഈ ലോകത്തെ മുഴുവൻ സമയവും ഞാൻ കീഴടക്കുമെന്നും ക്യാങ് അയൺമാനോട് പറയുകയാണ്. അങ്ങനെ ഇപ്പോൾ പുറത്തേക്ക് വന്ന അയൺമാൻ ബാക്കിയുള്ളവരോട് നമ്മുടെ അവെഞ്ചേഴ്സ് മൗണ്ടൻ ക്യാങ് കീഴടക്കിയെന്ന് പറയുകയാണ്.